എല്ലാവർക്കും ചിഞ്ചു വ്ളോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. പിന്നെ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഇത് മുഴുവനായിട്ട് കാണണേ. ഇന്നൊരു ദിവസത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരു 5:45 ആയപ്പോഴാട്ടോ ഞാൻ എഴുന്നേറ്റത്. അപ്പോൾ നോക്കുമ്പോൾ വീഡിയോ എടുക്കാനോ പറ്റുന്നില്ല കേട്ടോ, നല്ല ഇരുട്ടാണ്. പിന്നെ ഒരു 6:15 ആയപ്പോഴാട്ടോ വീഡിയോ എടുത്തത്. അത് കഴിയുമ്പോൾ ഞാൻ എഴുന്നേറ്റ് കുറച്ചിൻ്റെ ചായ വെച്ചു. എനിക്കൊരു കാപ്പിയും ഒരു ഗ്ലാസ് കാപ്പിയും ബാക്കി ഇവർക്ക് ചായ കേട്ടോ, മോക്കൊക്കെ ചായ കേട്ടോ ഇഷ്ടം. അങ്ങനെ ചായയും വെച്ചു. ചായ വെച്ച് ചായ തിളച്ചിട്ട് വേണം കുഞ്ഞിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുക. അപ്പോൾ കുഞ്ഞിന് പനിയാണ്, എന്നിട്ട് വേണം ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോകാൻ കേട്ടോ. അപ്പോഴത്തേക്കും രാവിലെയുള്ള ചെറിയ പണികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്ന് രാവിലെ നമുക്ക് ഇഡ്ഡലി ഇതാണ് കേട്ടോ, അപ്പവും സാമ്പാറുമാണ്. അപ്പോൾ കുഞ്ഞിനൊക്കെ സാമ്പാറാട്ടോ ഇഷ്ടം, കടലയൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ സാമ്പാറിന് കഷ്ണങ്ങളൊക്കെ തലേന്ന് തന്നെ രാത്രിയിലെല്ലാം മുറിച്ച് വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. പിറ്റേന്ന് നമുക്ക് എളുപ്പമായിട്ടോ, താമസിച്ചാലും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാമല്ലോ. അങ്ങനെ പരിപ്പും സാമ്പാർ അടുപ്പത്ത് വെച്ചു, പരിപ്പൊക്കെ ചേർത്ത്. പിന്നെ ഞാൻ പാവയ്ക്ക വെള്ളയ്ക്ക കേട്ടോ അച്ചാറിട്ടിരിക്കുന്നത്. അങ്ങനെ ഇടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് നോക്കുക, നല്ല ടേസ്റ്റ് ആട്ടോ. ആ കയ്പൊന്നുമില്ല നമുക്ക് പാവയ്ക്ക ഇട്ടാൽ. അങ്ങനെ പാവയ്ക്ക അച്ചാറിട്ട് സോയാബീൻ ഒന്ന് പെരളനായിട്ട് വെച്ചു. പിന്നെ അപ്പമാട്ടോ, അപ്പവും സാമ്പാറുമാണേ. അപ്പം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ചായ എടുത്തിട്ടോ, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് ബാക്കി തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായയൊക്കെ ഒന്ന് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അപ്പവും റെഡി ആയിട്ടുണ്ട്. നമുക്കങ്ങനെ അപ്പം ഉണ്ടാക്കി സാമ്പാറും അപ്പോഴത്തേക്കായിട്ടോ. അങ്ങനെ സാമ്പാറും ഒക്കെ എടുത്ത് വെച്ച് കുഞ്ഞിനും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ. കുഞ്ഞിന് ഇന്ന് രാവിലെ അപ്പോൾ അപ്പവും സാമ്പാറുമാണ്. എന്നിട്ട് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ പോകാൻ ഒരുക്കിയിട്ടു. അപ്പോൾ അങ്ങനെ കുഞ്ഞ് ഒരുങ്ങി പോകാൻ നിൽക്കുക. അപ്പോൾ ഒരു മങ്കിനെ കിട്ടി. ആ മങ്കിനെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ അതിനെ കൊണ്ടുപോവാണ്. എൻ്റെ കൂട്ടുകാരനാണെന്നുകൊണ്ട് അതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുക കേട്ടോ. അതിനെ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞപ്പം അവിടെ തിരക്കുള്ള സമയമായിരിക്കും ചിലപ്പോൾ രാവിലെ ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിൽ. അപ്പോൾ അവിടെ ഇരുന്ന് കളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പപ്പയുടെ കൂടിയാണ് പോകുന്നത്. അപ്പോൾ അതിന് കണ്ണൊക്കെ എഴുതി അതിന് പൊട്ടൊക്കെ വെച്ച് അങ്ങനെ അതിനെ മേക്കപ്പ് ഇട്ട് കൊണ്ടുപോകുക കേട്ടോ. എന്നിട്ട് അവർ പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. പപ്പയുടെ കൂടിയാണ് രാവിലെ പോകുന്നത്. അപ്പോൾ ഞാൻ അതിനെ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നിന്ന് വാശി പിടിക്കുക കേട്ടോ. അതിനെ കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഭയങ്കര ഇഷ്ടമാട്ടോ തോളെ തൂക്കിയിട്ട് നടക്കാൻ. അവർ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് മുളകൊക്കെ ഉണങ്ങാനുണ്ടായിരുന്നു. ആദ്യം തന്നെ നമ്മൾ കുറച്ച് മുളകും മല്ലിയൊക്കെ പൊടിച്ചത് അങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ ഈ മുളകും മേടിച്ചപ്പോൾ നാശമായാലോ എന്ന് വിചാരിച്ചിട്ടോ ഞാൻ കഴുകി ഒന്ന് ഉണക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരു മൂടലുണ്ടായിരുന്നു കേട്ടോ, എന്നാലും അത് കഴുകി ഉണങ്ങിയാൽ നമുക്ക് പൊടിച്ച് വെക്കാമല്ലോ. മുളക് ചിലപ്പോൾ കേടായാലോ എന്ന് പേടിച്ചിട്ടോ. അങ്ങനെ അത് പൊടിച്ച് വെച്ചു. പിന്നെ കുറച്ച് നെയ്യ് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. നെയ്യ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നെയ്യും എടുത്തു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ ഇത് ദോശമാവിലാട്ടോ ഇതുണ്ടാക്കുന്നത്. പിന്നെ ദോശമാവ് എടുത്ത് അതിലോട്ട് ഉള്ളിയും സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ചേർത്ത്, പിന്നെ നമ്മൾ ഇച്ചിരി മസാലപ്പൊടിയും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് മല്ലിച്ചപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, എന്നിട്ട് നമുക്കിത് ഉപ്പ് ആവശ്യത്തിന് ചേർക്കട്ടെ. ഉപ്പ് ഞാൻ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നേ, അത് ഞാൻ കാണിക്കാഞ്ഞത്. അപ്പോൾ ബാക്കി വരുന്ന ദോശമാവ് ഒന്നും കളയണ്ട, ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇച്ചിരി കടലമാവും കൂടി ചേർത്തിട്ടോ, കുറച്ച് കടലമാവും കൂടി ചേർത്ത് 4 മണിക്ക് ചായക്കൊരു കടി ഉണ്ടാക്കുക കേട്ടോ. ഇവർക്ക് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ പക്കോടയൊക്കെ ടേസ്റ്റ് കേട്ടോ, അതിലും ടേസ്റ്റ് ആയിട്ടുണ്ടാകും കേട്ടോ. ഇത് നല്ല കഴിക്കാനും നല്ല ടേസ്റ്റ്, ഉള്ളിലൊക്കെ നല്ല മയവാട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി, അതവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സ്കൂൾ വിട്ട് വരുമ്പോഴായാലും 4 മണിക്ക് എന്തെങ്കിലും വീട്ടിലിരിക്കുമ്പോഴും വേണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറാക്കി അതും ഇങ്ങനെ എടുത്തു. അതും കട്ടൻ ചായയുമായിരുന്നു. പിന്നെ കുറച്ച് ചെടികളുണ്ടായിരുന്നു. ചെടിയെന്ന് വെച്ചാൽ നമ്മുടെ കാന്താരി പച്ചമുളകാണേ, അതെല്ലാം ഇങ്ങനെ ഇല മുരടിച്ച് നിൽക്കുക കേട്ടോ. അതിനുള്ള മരുന്നൊന്ന് ഒഴിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ മരുന്നെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. ഈ മരുന്ന് എന്താണെന്ന് ഞാൻ പിന്നെ പറയാം കേട്ടോ. ഞാനൊന്നിത് ഉണ്ടാക്കി നോക്കിയതാട്ടോ. അതിപ്പോൾ ഇങ്ങനെ എങ്ങനെയാകുമെന്നറിയില്ല. അതിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് ഇതെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.